ഹായ് ഓൾ, വെൽക്കം ടു വൺ ഷോട്ട് സീരീസിന്റെ നമുക്കൊരു മാത്സിന്റെ സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോകാം. നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 3 എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അതിന്റെ സബ്ജക്ട് കോഡ് നമുക്കറിയാം, GYMAT 301 ആണ്. അത് ക്യാരി ചെയ്യുന്ന ക്രെഡിറ്റ് 3 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഇന്ന് സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് മോഡ്യൂളിൽ പറയുന്ന ടോപ്പിക്, മേജർ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് മോഡ്യൂൾ പറയുന്ന മേജർ ടോപ്പിക് കോംപ്ലക്സ് ഫംഗ്ഷൻ ആൻഡ് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ. എന്താണ് കോംപ്ലക്സ് ഫംഗ്ഷൻ, എന്താണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, സോ അതിന്റെ ഒരു സിലബസിന്റെ ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം. സിലബസ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്: കോംപ്ലക്സ് ഫംഗ്ഷൻ, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ്സ്, അനലിറ്റിക് ഫംഗ്ഷൻ, കോഷി റൈമാൻ ഇക്വേഷൻസ്. അത് സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്, CR ഇക്വേഷൻസിന്റെ പ്രൂഫ് ആവശ്യമില്ല എന്നുള്ളത്. ദെൻ ലാപ്ലാസ് ഇക്വേഷൻ, ഹാർമോണിക് ഫംഗ്ഷൻസ്, ഹാർമോണിക് കോഞ്ചുഗേറ്റ്. ദെൻ പറയുന്ന വേറൊരു ഡിഫറെന്റ് ആയ ഒരു ടോപ്പിക്കാണ് കൺഫേമൽ മാപ്പിംഗ്. അത് വേറൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഇതിന്റെ കണ്ടിന്യൂഷനിൽ വരുന്ന ടോപ്പിക് തന്നെയാണ്. ഓക്കെ, മറ്റേതുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മാപ്പിംഗ്സ് ഓഫ് W=Z², e⁻Z, 1/Z, ആൾസോ sin Z. ഇത്രയാണ് നമ്മുടെ മോഡ്യൂൾ 2. ഓക്കെ, മാത്സ് മോഡ്യൂൾ 2ന്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ബേസിക്കലി അതിന്റെ അകത്ത് പറയുന്ന മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ ആണ് മേജർ ടോപ്പിക്. കൺഫേമൽ മാപ്പിംഗ് ഒരു സബ് ടോപ്പിക് ആയിട്ടാണ് വരുന്നത്. സോ ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ആദ്യം പറയുന്ന കാര്യം എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളത് +1 മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്? കോംപ്ലക്സ് നമ്പേഴ്സ് പറയുന്നത് ഇമാജിനറി നമ്പേഴ്സ് കളക്ട് ചെയ്ത് വരുന്ന നമ്പേഴ്സിനെയാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 + 3i ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. എങ്ങനെയാണ് ഇതൊരു കോംപ്ലക്സ് നമ്പർ ആവുന്നത്? ഇതിനൊരു റിയൽ പാർട്ട് ഉണ്ട്, ആൾസോ എന്തുണ്ട്, ഇമാജിനറി പാർട്ട് ഉണ്ട്. റിയൽ പാർട്ട് എന്ന് പറയുന്നത് 2 ആണ്, ഇമാജിനറി പാർട്ട് എന്താണ്, 3 ആണ്. കാര്യം എന്താ, ഐയുടെ കൂടെ വരുന്ന, ഐ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ കൂടെ വരുന്ന കോഎഫിഷ്യന്റ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഐ വരാത്ത കമ്പോണന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്പറിന്റെ കേസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ഫംഗ്ഷൻസിനെയും കൊണ്ടുവരാൻ പറ്റും. ഫംഗ്ഷൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ എന്തായി മാറും, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് u(x, y) + i × v(x, y). ഓക്കെ, ഓവറാൾ ആ കോംപ്ലക്സ് ഫംഗ്ഷനെ പറയുന്ന പേരാണ് f(z). നമ്മൾ സാധാരണ നമ്പേഴ്സിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഫംഗ്ഷൻസിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണ്, അതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എപ്പോഴാണ് അതൊരു ഡിഫറൻഷ്യബിൾ ആയി മാറുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണ്, ഇത് എങ്ങനെ മെഷർ ചെയ്യാം, കോംപ്ലക്സ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഈ ടോപ്പിക്, ഈ ഒരു മോഡ്യൂളിന്റെ ആദ്യത്തെ മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ, ഒരു സാധാരണ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് f(z) എന്നാണ്. നാച്ചുറലി ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് f(z) എന്നാണ്. ഈ f(z) എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ ഇസഡിന്റെ ഫംഗ്ഷനിലായിരിക്കും. f(z) എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് z എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഇസഡിന്റെ ഫംഗ്ഷനിൽ വന്നിരിക്കുന്ന ഈ കോംപ്ലക്സ് ഫംഗ്ഷനെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് എങ്ങനെയാണ്? അവിടെ റിയൽ പാർട്ട് ഏത് ഫംഗ്ഷനാണ്? u ആണ്. അത് ഏതിന്റെയൊക്കെ ഫംഗ്ഷനാണ്? എക്സിന്റെയും ഒയിന്റെയും ഫംഗ്ഷനാണ്. അതേപോലെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? v ആണ്. അതും എന്തിന്റെ ഫംഗ്ഷനാണ്? എക്സിന്റെയും ഒയിന്റെയും ഫംഗ്ഷനാണ്. ആ രീതിയിൽ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഓക്കെ അല്ലേ? ദെൻ പിന്നീട് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ. എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ? ഹാർമോണിക് ഫംഗ്ഷൻ എന്താണ്? ആ ഹാർമോണിക് ഫംഗ്ഷൻ എങ്ങനെയാണ് അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത്? എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അത് ഹാർമോണിക് ഫംഗ്ഷൻ ആയി മാറുന്നത്? ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ഫംഗ്ഷൻ ആകാൻ വേണ്ടി അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലാപ്ലാസ് ഇക്വേഷൻ. എന്താണ് ലാപ്ലാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ലാപ്ലാസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ∂2u/(∂x²+∂2u/(∂y²) = 0. ഓക്കെ, അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടിക്കഴിഞ്ഞാൽ അത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാം.
ആ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാം? ഹാർമോണിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ ആവുന്നത് എപ്പോഴാണ്? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ. എന്താണ് ഡിഫറൻഷ്യബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റണം. ഒരു ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റിയാൽ അത്തരം ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയാം. ചില ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല, പക്ഷേ ചില ഫംഗ്ഷന്റെ മാക്സിമം ഫംഗ്ഷനിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അങ്ങനെ ഡിഫറൻഷ്യബിൾ ആവുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യവും നമ്മൾ ഈ ചാപ്റ്ററിൽ മേജറായിട്ട് പഠിച്ചു. ആ ചാപ്റ്ററിൽ ഡിഫറൻഷ്യബിൾ ആവുന്ന ടൈപ്പ് ആവുന്നത് ഏത് സമയത്താണ്? ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ അത് CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് CR ഇക്വേഷൻ? CR ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോഷി റൈമാൻ ഇക്വേഷൻ ആണ് CR ഇക്വേഷൻ. അതെന്തൊക്കെയാണ്? ux ഇസ് ഈക്വൽ ടു vy. അതായത് u എന്ന് പറയുന്ന ഫംഗ്ഷനെ u എന്താണ്? റിയൽ പാർട്ട്, v എന്താണ്? ഇമാജിനറി പാർട്ട്. u എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുന്നതും v എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുന്നതും കിട്ടുന്ന രണ്ടിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? കോഷി റൈമാൻ ഇക്വേഷന്റെ ഒരു സെറ്റ്. അതേപോലെ തന്നെ ux ഈക്വൽ ടു vy, uy ഈക്വൽ ടു മൈനസ് vx. സോ ഈ രണ്ട് കണ്ടീഷൻസും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഓവറാൾ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഹാർമോണിക്കിന്റെയും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനെയും നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഹാർമോണിക് കോഞ്ചുഗേറ്റ്. എന്താണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് നമുക്ക് അറിയാമെങ്കിൽ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് നമുക്ക് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. റിയൽ പാർട്ട് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡിനെയാണ് ഞാൻ എന്ത് പറയുന്നത്? ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു? മിൽനെ തോംസൺ മെത്തേഡ്. അതായത് റിയൽ പാർട്ടോ ഇമാജിനറി പാർട്ടോ രണ്ടിലേതെങ്കിലും ഒന്ന് സ്പെസിഫൈഡ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോംപ്ലക്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മിൽനെ തോംസൺ മെത്തേഡ് യൂസ് ചെയ്തത്. ആ രീതിയിൽ യൂസ് ചെയ്ത് നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റി. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ച ടോപ്പിക് ആയിരുന്നു കൺഫോർമൽ മാപ്പിംഗ്. കൺഫോർമൽ മാപ്പിംഗ് എന്താണ്? മാപ്പിംഗ് ഒരു ഗ്രാഫ്, ഒരു ഗ്രാഫിലുള്ള ഒരു പോയിന്റിൽ നിന്ന് വേറൊരു ഗ്രാഫിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ കൺഫോർമൽ മാപ്പിംഗ് z എന്ന് പറയുന്ന ഒരു പ്ലെയിനിൽ നിന്ന് w എന്ന് പറയുന്ന ഒരു പ്ലെയിനിലേക്ക് ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ കോപ്പി ചെയ്ത് മാറ്റുക. ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ കോപ്പി ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാപ്പിംഗ് എന്നുകൊണ്ട് കോപ്പി ചെയ്യുക. ഇതിന് ഇക്വലന്റ് ആയിട്ട് വേറൊരു ഗ്രാഫിൽ എന്ത് വരും, അതിന്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു 2 ഡയമെൻഷൻ ഫിഗർ എന്തായിരിക്കും, സ്ട്രക്ചർ എന്തായിരിക്കും, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ കൺഫോർമൽ മാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കൺഫോർമൽ മാപ്പിംഗിൽ തന്നെ നമുക്ക് W എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് Z ആയിരിക്കും. W എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് Z ആയിരിക്കും. ഇസഡിന്റെ ഒരു ഫംഗ്ഷൻ. അങ്ങനെയുള്ള ഏതെല്ലാം ഇസഡിന്റെ ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്? ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് W ഈക്വൽ ടു 1/Z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ W ഈക്വൽ ടു Z². ഓക്കെ, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിന്റെ മാപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് മാപ്പിംഗ്. ഇത്രയും പോർഷൻസ് കവർ ചെയ്ത് വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഈ മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയറിൽ കുറച്ച് കഴിഞ്ഞ സ്കീമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. സോ ആ സ്കീമിലുള്ള ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് എന്തെല്ലാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൾറെഡി ചോദിച്ചിട്ടുണ്ട്, അത് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കുറച്ച് എക്സാമ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ തീർച്ചയായും ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ക്ലാസ്സസ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ മോഡ്യൂളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതിരിക്കത്തക്ക രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, മാത്സ്
ഓക്കെ അല്ലേ? സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിച്ചത്. പിന്നെ W=1/z ഏത് രീതിയിലാണ് അതിന്റെ കൺവേർഷൻ കണ്ടുപിടിക്കുന്നത്, അതേപോലെ തന്നെ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്ലെയിൻ എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, ചെക്ക് വെദർ ദ ഫംഗ്ഷൻ f(z) minus z bar is analytic or not. ഒരു ഫംഗ്ഷൻ പറയുകയാണ് f(z) minus z bar. ഇത് അനലിറ്റിക് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്കിത് മെഷർ ചെയ്യാം? അതിനാദ്യം ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡും ഇസഡ് ബാറും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എങ്കിലല്ലേ z minus z bar കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ആദ്യം z എന്ന് പറയുന്നത് എന്താണ്? z = x + iy ആണ്. z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x + iy ആണ്. അങ്ങനെയാണെങ്കിൽ z ബാർ എന്ന് പറയുന്നത് ഇതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും. എന്തായിരിക്കും? x - iy എന്നായിരിക്കും. കാരണം x + iy യുടെ കോൺജുഗേറ്റ് ആണ് x - iy. കാരണം i യുടെ ഫ്രണ്ടിലുള്ള സൈൻ മാത്രം മാറ്റിയാൽ മതി, നമുക്കത് കോൺജുഗേറ്റ് ആയി മാറി. ഓക്കെ, x + iy യുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ x - iy ആണ്. അതിന്റെ കോഎഫിഷ്യന്റ് മാത്രം മീൻസ് അതിന്റെ സൈൻ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് എന്താണ്? z - z ബാർ നോക്കാം. നമുക്ക് നോക്കാം. z - z ബാർ എന്ത് വരും? ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 2iy എന്ന 2iy. ഇതിൽ z - z ബാർ f(z) എന്ന് പറയുന്നത് 2iy എന്ന് കിട്ടി. ഈ f(z) എന്താണ്? u + iv ആണ്. u + iv = 2iy. അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ u എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. കാരണം ഇവിടെ എന്തില്ല? റിയൽ പാർട്ട് ഇല്ല. 2iy. അപ്പൊ 2i കംപ്ലീറ്റ് എന്താണ്? ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, അപ്പോഴാണെങ്കിൽ v എന്ത് കിട്ടും? 2y എന്ന് കിട്ടും. ഓക്കെ, u കിട്ടി, v കിട്ടി. ഇനി ഇത് അനലിറ്റിക് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനലിറ്റിക് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? CR ഇക്വേഷൻ എന്തൊക്കെയാണ് പറയുന്നത്? ux = vy. ശരിയാണോ നോക്കാം. ആദ്യം u അറിയാം 0. അങ്ങനെയാണെങ്കിൽ ux എന്തായിരിക്കും? ux 0. അതുപോലെ v അറിയാം 2y. അങ്ങനെയാണെങ്കിൽ vy എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യണം? 2y വിത്ത് റെസ്പെക്ട് ടു y ക്ക് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്താ കിട്ടുക? 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ux vy ഈക്വൽ ആണോ? ux 0, vy എന്താണ്? 2 ആണ്. സോ ux ≠ vy. അതായി കഴിഞ്ഞാൽ തന്നെ എന്തായി മാറി? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ട് CR ഇക്വേഷൻസിന്റെ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ പോലും അനലിറ്റിക് അല്ല. ഇപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, മറ്റേത് സാറ്റിസ്ഫൈ ചെയ്തില്ല, അപ്പോഴും അനലിറ്റിക് അല്ല. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം എങ്കിൽ മാത്രമേ അനലിറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ ആദ്യത്തെ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പൊ പിന്നെ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ അങ്ങനെ വരുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കാം, കുഴപ്പമില്ല. uy എന്താണ്? യുവിനെ വിത്ത് റെസ്പെക്ട് y ക്ക് ഡെറിവേറ്റീവ് എടുക്കുക, അത് 0. അതുപോലെ uy = -vx. അതെന്ത് കിട്ടും? 0 കിട്ടും. പക്ഷെ എന്താ? രണ്ടും ഈക്വൽ അല്ലേ? അത് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്താണ്? ഇത് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഇങ്ങനെ പറയേണ്ടി വരും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് ഓർ നോട്ട് എന്നാണ്. ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് വരേണ്ടി വരും? നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ അല്ലേ? സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. f(z) തന്നിട്ടുണ്ട്, അത് CR ഇക്വേഷൻ വെരിഫൈ ചെയ്ത് നോക്കുക. CR ഇക്വേഷൻ വെരിഫൈ ചെയ്യുന്ന സമയത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അനലിറ്റിക് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല, നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയേണ്ടി വരും. ഓക്കെ അല്ലേ? നോ, വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Find the image of the circle z - 1/2 mod <= 1/2 under the transformation w = 1/z. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഈ ഒരു സർക്കിളിന്റെ എന്ത് കാണണം? ഇമേജ് കാണണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഒരു പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് തന്നെയാണ്, സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം മോഡുലസ് ഓഫ് z - 1/2 = 1/2. ഈ ലെസ് ദാൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഈക്വൽ എന്ന് എഴുതിയാൽ മതി. ഇനി ചെയ്യേണ്ടത് രണ്ട് സൈഡും സ്ക്വയർ എടുക്കുക. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ z × z ബാർ ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അതിന്റെ കോൺജുഗേറ്റ് എല്ലായ്പ്പോഴും അതിന്റെ മോഡുലസിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും.
ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ. സെയിം രീതിയിൽ ഇതിനെ മാറ്റണം. മോഡ് ഇസഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് ഒരു ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് അതേ ഇൻറ്റു അതിന്റെ കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് ഇസഡ് മൈനസ് 1/2. അതാണ് കോംപ്ലക്സ് നമ്പർ. ഇനി ഇൻറ്റു അതിന്റെ കോൺജുഗേറ്റ് ഇസഡ് മൈനസ് 1/2 ഹോൾ ബാർ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 സ്ക്വയർ എത്രയാണ്? 1/4 അല്ലെ? 1/4. നൗ ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. ഇസഡ് മൈനസ് 1/2. ഇസഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? ഇസഡ് ബാർ എന്നായിരിക്കും. നൗ മൈനസ് 1/2 ഒരു റിയൽ നമ്പറിന്റെ കോൺജുഗേറ്റ് എല്ലായ്പ്പോഴും എന്ത് തന്നെയായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും. 2ന്റെ കോൺജുഗേറ്റ് എന്താണ്? 2. 3യുടെ കോൺജുഗേറ്റ് എന്താണ്? 3 തന്നെയാണ്. മൈനസ് 2i കോൺജുഗേറ്റ് എന്താണ്? മൈനസ് 2i കോൺജുഗേറ്റ് എന്ന് പറയുന്നത് പ്ലസ് 2i ആണ്. അവിടെ സൈൻ മാറും. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്താണ്? 1/2 ആണ്. അതിന്റെ കോൺജുഗേറ്റ് 1/2 തന്നെയാണ്, ഈക്വൽ ടു 1/4. ഇനി എന്താ വേണ്ടത്? അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ അത് നമുക്ക് തന്നിട്ടുണ്ട്. W ഈക്വൽ ടു 1/z. അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? z ഈക്വൽ ടു 1/w എന്നും എഴുതാം. രണ്ടും സെയിം തന്നെയല്ലോ. z അങ്ങോട്ട് കൊണ്ടുപോയി w താഴോട്ട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ z ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് 1/w മൈനസ് 1/2 ഇൻറ്റു 1/z എന്ന് പറയുന്നത് z എന്ന് പറയുന്നത് 1/w. അപ്പൊ z ബാർ 1/w ബാർ മൈനസ് 1/2 ഈക്വൽ ടു 1/4. എന്നിട്ട് എന്ത് ചെയ്യുക? LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഈ w ഇങ്ങോട്ട് വരും. സോ 1 മൈനസ് 1/2w ഹോൾ ഡിവൈഡഡ് ബൈ w ഇൻറ്റു 1 മൈനസ് 1/2w ബാർ ഹോൾ ഡിവൈഡഡ് ബൈ w ബാർ ഈക്വൽ ടു 1/4. ഓക്കെ അല്ലേ? പിന്നെ എന്ത് ചെയ്യുക? w ഇൻറ്റു w ബാർ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നത് അത് ഇങ്ങോട്ട് വരും. അങ്ങോട്ട് വരുന്ന സമയത്ത് 1 മൈനസ് 1/2w ഇൻറ്റു 1 മൈനസ് 1/2w ബാർ ഈക്വൽ ടു 1/4w ബാർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 1 മൈനസ് 1/2w ബാർ മൈനസ് 1/2w പ്ലസ് 1/2 into 1/2 1/4w ബാർ ഈക്വൽ ടു 1/4w ബാർ. രണ്ടും സെയിം ടൈം ആണ്, കട്ടായി പോകും. ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിൽ വരിക. റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഓക്കെ ഈക്വൽ ടു 1 ഈക്വൽ ടു 1/2. ഇവിടെ രണ്ടിടത്തും ഉണ്ട്, കോമൺ ആയിട്ട് എടുക്കാം. w പ്ലസ് w ബാർ എന്ന് കിട്ടും. കാരണം ഇവിടെയും 1/2 ഉണ്ട്, ഇവിടെയും 1/2 ഉണ്ട്. റൈറ്റ് സൈഡിൽ പോകുന്ന സമയത്ത് പോസിറ്റീവായി മാറും. കറക്റ്റ് അല്ലേ? സോ w പ്ലസ് w ബാർ. w എന്താണ്? u പ്ലസ് iv. അപ്പൊ w ബാർ എന്താണ്? u മൈനസ് iv. അങ്ങനെയാണെങ്കിൽ w പ്ലസ് w ബാറിനെ എനിക്ക് എന്ത് എഴുതാം? 2u എന്ന് എഴുതാം. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് iv ക്യാൻസൽ ആയി പോകത്തില്ലേ? 0 ആയി പോകില്ലേ? അപ്പൊ w പ്ലസ് w ബാർ എന്താണ്? 2u. ദാറ്റ് ഈസ് 1 ഈക്വൽ ടു 1/2 ഇൻറ്റു 2u. ഈ 2 കട്ടായി പോകും. അതായത് 1 ഈക്വൽ ടു u അല്ലെങ്കിൽ u ഈക്വൽ ടു 1. അതായത് ഈ സർക്കിളിന്, ഏത് സർക്കിളിന്? മോഡുലസ് ഓഫ് z മൈനസ് 1/2 ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന ആ സർക്കിളിന് ഈക്വലന്റ് ആയിട്ട് എനിക്ക് w പ്ലെയിനിൽ കിട്ടിയ റീജിയൻ എന്താണ്? u ഈക്വൽ ടു 1. അങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ u മൈനസ് 1 ഈക്വൽ ടു 0. രണ്ടും ഒന്ന് തന്നെയാണ്. u മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. നൗ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ u ഈക്വൽ ടു cos x cos hy ഈസ് ഹാർമോണിക് ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് ഹാർമോണിക് കോൺജുഗേറ്റ്. അപ്പൊ ഇത് ഹാർമോണിക് ആണെന്ന് പറയുക. അതേപോലെ തന്നെ ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം ഹാർമോണിക് ആണെന്ന് പറയാനായിട്ട് എന്ത് വേണം? uxx പ്ലസ് uyy. uxx പ്ലസ് uyy ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പൊ uxx, ആദ്യം ux കാണുക. ux എന്ന് പറയുന്നത് യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ cos hy എന്താണ്? അവിടെ കോൺസ്റ്റന്റ് ആണ്. cos എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? sin x മൈനസ് sin x ആണ്. മൈനസ് sin x cos hy എന്ന് വരും. അങ്ങനെയാണെങ്കിൽ uxx എന്ന് പറയുന്നത് sin എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അതെന്താണ്? cos x ആണ്. മൈനസ് cos x ഇൻറ്റു cos hy. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? uy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു yക്ക് ഡെറിവേറ്റീവ് എടുക്കുക പാർഷ്യലി. ആ സമയത്ത് cos x കോൺസ്റ്റന്റ് ആണ്. cos hyയുടെ ഡെറിവേറ്റീവ് sin hy എന്നാവും. അതേപോലെ uyy എന്ന് പറയുന്നത് രണ്ട് തമ്മിൽ cos x കോൺസ്റ്റന്റ്
സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എച്ച് വൈ. അപ്പൊ എന്താ സംഭവിക്കുക? യു എക്സ് എക്സ് മൈനസ് കോസ് എക്സ് കോസ് എച്ച് വൈ, മറ്റത് പ്ലസ് കോസ് എക്സ് കോസ് എച്ച് വൈ. അതായത് യു എക്സ് എക്സ് പ്ലസ് യു ഒയ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. നൗ പിന്നെന്താ വേണ്ടത്? ഹാർമോണിക് കോൺജുഗേറ്റ്. ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് വി കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഹാർമോണിക് കോൺജുഗേറ്റ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിനാദ്യം സി ആർ ഇക്വേഷൻ എഴുതുക. യു എക്സ് ഈക്വൽ ടു വി ഒയ്. അപ്പോ വി ഒയ് എന്ന് പറയുന്നത് യു എക്സിന് ഈക്വൽ ആണ്, ശരിയല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ വി ഒയ് ഈക്വൽ ടു യു എക്സ് എന്താ? യു എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് കോസ് എച്ച് ഒയ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് വി കണ്ടുപിടിക്കുക. വി കണ്ടുപിടിക്കാനായിട്ട് എന്ത് വേണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. മൈനസ് സൈൻ എക്സ് കോസ് എച്ച് ഒയ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ സംഭവിക്കുക? വിത്ത് റെസ്പെക്ട് ഒയ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോസ് എച്ച് വൈയുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എച്ച് വൈ ആയിരിക്കും. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് ഒയ്. ഓക്കെ, യു കണ്ടുപിടിച്ചു. നൗ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കാരണം വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ എന്ത് ഇന്റഗ്രേഷൻ ആണ്? പാർഷ്യൽ ഇന്റഗ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഞാൻ ഫൈ ഓഫ് എക്സ് എന്ന് എനിക്ക് എടുക്കേണ്ടി വരും. ആ ഫൈ ഓഫ് എക്സ് പിന്നെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഫൈ ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി എന്ന് പറയുന്ന ഫംഗ്ഷൻ എനിക്ക് കിട്ടിയത് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ മൈനസ് സൈൻ എച്ച് വൈ പ്ലസ് ഫൈ ഓഫ് എക്സ്. അപ്പൊ ഈ ഫൈ ഓഫ് എക്സ് എടുക്കാനായിട്ട് വി എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ സൈൻ എക്സ് എന്താണ്? ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സോ മൈനസ് കോസ് എക്സ് സൈൻ എച്ച് വൈ പ്ലസ് ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോ ഇത് വി എക്സ് ആണ്. ഇനി മൈനസ് യു ഐ രണ്ടാമത്തെ സി ആർ ഇക്വേഷൻ ആണ്. മൈനസ് യു ഐ, അതായത് ഇതിനെ നെഗറ്റീവ് എടുത്താൽ മതി. മൈനസ് കോസ് എക്സ് സൈൻ എച്ച് ഒയ് മൈനസ് കോസ് എക്സ് സൈൻ എച്ച് ഒയ്. ഓക്കെ അല്ലേ? ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് സി. സോ സി കിട്ടി കഴിഞ്ഞു. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്താ വരിക? വി ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ പ്ലസ് സി. ഓക്കെ അല്ലേ? കോൺസ്റ്റന്റ് വരും. സോ ഇത്രയാണ് നമുക്ക് ആ ഒരു ഹാർമോണിക് കോൺജുഗേറ്റിൽ നമ്മൾ ബേസിക്കലി പഠിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിറ്റർമിൻ വെദർ ദ ഫംഗ്ഷൻ ഈസ് കോസ് ഇസഡ് ഈസ് അനലിറ്റിക്. അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സി ആർ ഇക്വേഷൻ വെരിഫൈ ചെയ്യേണ്ടി വരും. സി ആർ ഇക്വേഷൻ വെരിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പ്രോബ്ലം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെയാണ് കോസ് സെറ്റ് എന്ന് പറയുന്നത്. അതിനാദ്യം എന്ത് ചെയ്യണം? ഇസഡിനെ എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് യുവിനെ എടുത്തെഴുതുക, വി എടുത്തെഴുതുക, യു എക്സ് കാണുക, യു ഐ കാണുക, വി എക്സ് കാണുക, വി ഒയ് കാണുക, തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈക്വൽ ആയിട്ടാണ് യു എക്സ് ഈക്വൽ ടു വി ഒയ് ആണ് കിട്ടുന്നതെങ്കിൽ, അതേപോലെ യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം? ആ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും? അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലാത്ത കേസിൽ നോട്ട് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ അല്ലേ? സോ അത് കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ കോസ് സെറ്റ് നമുക്ക് അവിടെ എന്തായിട്ടായിരിക്കും കിട്ടുക? ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് കിട്ടുന്ന കാര്യമാണ്. കോസ് സെറ്റ് നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും അതിന്റെ ടോപ്പിക്സും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.